ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരം 26-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. നാളെ ക്ലാസുകൾ പുനരാരംഭിക്കുന്നതാണ് മാനേജ്മെന്റിന്റെ നിലപാട്. സമരം അനന്തമായി നീളുന്നതിൽ വിദ്യാർത്ഥികളിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. അതിനിടെ അക്കാദമി മുൻ പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ ഇന്ന് മാധ്യമങ്ങളെ കാണും. ലോ അക്കാദമി സമരം 26-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരത്തിൽ പങ്കെടുക്കുന്നവർ പിരിമുറുക്കത്തിലാണ്. വിദ്യാഭ്യാസ മന്ത്രിയുമായി നടന്ന ചർച്ച അലസിപ്പിരിഞ്ഞതോടെ ഇനി സമരത്തിന്റെ ഭാവി എന്തെന്ന് വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ട്. നാളെ കോളേജിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുമ്പോൾ എത്ര വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കയറുമെന്നതിനെ ആസ്പദമാക്കിയാവും സമരത്തിന്റെ ഭാവി തീരുമാനിക്കപ്പെടുക. സമരത്തോടെടുക്കുന്ന നിലപാടിനെ ചൊല്ലി CPIയിലും രണ്ടഭിപ്രായം ഉരുണ്ടുകൂടുന്നു. ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു CPI നേതാവിന്റെ കടുംപിടുത്തമാണ് സമരം അവസാനിപ്പിക്കാതെ അനന്തമായി നീളുന്നതെന്ന് ഒരു വിഭാഗം നേതാക്കൾ രഹസ്യമായി സമ്മതിക്കുന്നു. ഇതിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം പ്രവർത്തകർക്ക് എതിർപ്പുണ്ടെന്ന് വാർത്തകളുണ്ട്. മുഖം രക്ഷിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഫോർമുല സർക്കാർ രൂപപ്പെടുത്തണമെന്നതാണ് സമരക്കാരുടെ ആവശ്യം. എന്നാൽ വിദ്യാർത്ഥി സമരത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയമാനം കൈവന്ന ഈ സമരത്തിന് ഒത്തുതീർപ്പുണ്ടാവുക ഇനി എളുപ്പമല്ല. എന്നാൽ വിദ്യാർത്ഥികളുടെ ഭാവി രക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു പുതിയ സമവായ സാധ്യത ഉരുത്തിരിഞ്ഞു വന്നാൽ സമരം അവസാനിച്ചേക്കും. ലക്ഷ്മി നായർ ഇന്ന് നടത്തുന്ന വാർത്താ സമ്മേളനം ഉദ്വേഗപൂർണമായ പിരിമുറുക്കമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ എല്ലാ കണ്ണുകളും ആ നിർണായകമായ വാർത്താ സമ്മേളനത്തിലേക്ക്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ലോ അക്കാദമിയിലേത് രാഷ്ട്രീയ സമരമായി വളർത്തിയെടുക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJP ഒരുക്കിയ കെണിയിൽ മറ്റു പാർട്ടികൾ വീഴരുത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സംസ്ഥാനത്ത് സംഘർഷം നിലനിർത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് BJP നടത്തുന്നത്. പ്രിൻസിപ്പൽ സ്ഥാനത്തില്ലാത്തയാൾക്ക് എങ്ങനെ രാജിവെക്കാനാകുമെന്നും നിരാഹാര നാടകം മതിയാക്കണമെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതോടുകൂടി ഇനിയും സമരം നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരു രാഷ്ട്രീയ സമരമാണ്. ഇതൊരു SFI വിരുദ്ധ സമരമാക്കി മാറ്റാനുള്ള നീക്കമാണ് ആ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കോളേജിലെ കുട്ടികളൊന്നും നിരാഹാരത്തിനില്ലേ. അതുകൊണ്ട് നിരാഹാരത്തിൻ്റെ ഈ നാടകമൊക്കെ മതിയാക്കുന്നതാണ് BJPക്കാർക്ക് നല്ലത്. ഇതൊക്കെ ജനം കണ്ടതല്ലേ. നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള ഒറ്റപ്പാലം PK ദാസ് മെഡിക്കൽ കോളേജിൽ ആസിഡ് കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 2 വനിതാ ജീവനക്കാരുടെ നില ഗുരുതരമായി തുടരുന്നു. റേഡിയോളജി വിഭാഗത്തിലെ ജീവനക്കാരികളെ ഡ്യൂട്ടിക്കിടെയാണ് ആസിഡ് കഴിച്ച അവശനിലയിൽ കണ്ടെത്തിയത്. വിടുതൽ സമയത്ത് ആശുപത്രിയിൽ നിന്ന് ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാത്തതാകാം ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ശനിയാഴ്ച പുലർച്ചെ 3:30യോടെയാണ് ഒറ്റപ്പാലം വാണിയംകുളത്തുള്ള PK ദാസ് മെഡിക്കൽ കോളേജിലെ റേഡിയോളജി വിഭാഗത്തിലെ 2 വനിതാ ജീവനക്കാരെ അവശനിലയിൽ കണ്ടെത്തിയത്. നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പേരും ആസിഡ് കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ഇതേ മെഡിക്കൽ കോളേജിൽ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ബോണ്ട് അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇവർ. സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ച ഇരുവരുടെയും അവസാന പ്രവൃത്തി ദിവസമാണ് ആത്മഹത്യാശ്രമം ഉണ്ടായത്. സർട്ടിഫിക്കറ്റുകൾ ഇന്നലെ തിരിച്ചു നൽകാമെന്നായിരുന്നു മാനേജ്മെന്റ് അറിയിച്ചത്. എന്നാൽ ഇത് ലഭിക്കാത്തതിലുള്ള മനോവിഷമമാകാം ആത്മഹത്യാശ്രമത്തിന് കാരണമെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റിൽ എന്താ വരുന്നതെന്നും പറയാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് മറ്റേത് കടലാസ് കൊടുത്തില്ല, അതൊക്കെ മറ്റേ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല, എന്നും പറയാൻ പറ്റില്ല. അവർക്ക് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാലല്ലേ, ഇപ്പം നിങ്ങൾ കുറേ പഠിക്കുന്നുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ആവുള്ളൂ. സംശയം. എന്നാൽ അടുത്ത സൗഹൃദത്തിലായിരുന്ന ഇരുവർക്കും വേർപിരിയുന്നതിലെ വിഷയമാവാം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് മാനേജ്മെന്റിന്റെ വാദം. അത്യാസന്ന നിലയിലായ 2 പേരെയും ഇതേ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒറ്റപ്പാലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പഞ്ചാബിലും ഗോവയിലും വോട്ടെടുപ്പ് അവസാനിച്ചു. പഞ്ചാബിൽ 70%, ഗോവയിൽ 83%മാണ് പോളിംഗ്. അകാലിദൾ കോട്ടയായ മണ്ഡലങ്ങളിൽ ഇത്തവണ പോളിംഗ് കുത്തനെ ഇടിഞ്ഞത് BJP സഖ്യത്തിന് തിരിച്ചടിയായി. 12 ലക്ഷം ലിറ്റർ മദ്യവും 2500 കിലോ മയക്കുമരുന്നും പഞ്ചാബിൽ നിന്നും പിടികൂടിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പ്രതീക്ഷിച്ചതുപോലെ ഒരു വൻ പോളിംഗ് ഇത്തവണ പഞ്ചാബിൽ ഉണ്ടായില്ല. 8 മണിക്ക് ആരംഭിച്ച പോളിംഗ് ആദ്യ 2 മണിക്കൂറിൽ 10% താഴെയായിരുന്നത് 5 മണിയോടെ 75%-നടുത്ത് ഒതുങ്ങി. കഴിഞ്ഞ തവണ 79%-ആയിരുന്ന പോളിംഗ് ഇത്തവണ 85%-ന് മുകളിൽ പോകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതീക്ഷിച്ചത്. 117 സീറ്റുകളിൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന പഞ്ചാബിൽ 1147 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അമരീന്ദർ സിംഗും മത്സരിക്കുന്ന ലാംബി മണ്ഡലത്തിൽ വോട്ടിംഗ് ശതമാനം എന്നാൽ കുറഞ്ഞു. ഉപമുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബാദലും ആം ആദ്മിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഭഗവത് മന്നും മത്സരിച്ച ജലാലാബാദ് മണ്ഡലത്തിലും വോട്ടിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞു. Polling percentage is concerned,
At 5 p.m., the tentative figure reported from various channels like SMS, on phone calls, is 70%. വോട്ടിംഗ് മെഷീനുകളിലെ സാങ്കേതിക തകരാർ മൂലം അമൃത്സർ ജലന്ധർ മണ്ഡലങ്ങളിൽ 40 മിനിറ്റ് വൈകിയാണ് പോളിംഗ് നടന്നത്. സാങ്കേതിക തകരാർ മൂലം മജീദ മണ്ഡലത്തിൽ മണിക്കൂറുകളോളം പോളിംഗ് നിർത്തിവച്ചു. ഒറ്റപ്പെട്ട ചില മേഖലകളിൽ അകാലിദൾ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. പഞ്ചാബിൽ പോളിംഗ് തുടങ്ങിയതിന് 1 മണിക്കൂർ മുമ്പേ ഗോവയിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. ശക്തമായ ചതുഷ്കോണ മത്സരം നടക്കുന്ന ഗോവയിലെ 40 സീറ്റുകളിൽ 250 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. പഞ്ചാബിനേക്കാൾ മികച്ച പോളിംഗ് ആണ് ഗോവയിലെ 1642 ബൂത്തുകളിലും ദൃശ്യമായത്. സ്ത്രീകൾക്ക് മാത്രം പോളിംഗ് സൗകര്യം ഒരുക്കിയ പിങ്ക് ബൂത്തുകളും ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഗ്രാമീണ മേഖലയിൽ വോട്ടിംഗ് ശതമാനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ അകാലിദൾ കോട്ടയായ ജലാലാബാദ്, ലാംബി ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇത് BJPക്ക് കനത്ത തിരിച്ചടിയേകുമെന്നാണ് ആം ആദ്മിയുടെ അവകാശവാദം. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കരൻ, ദില്ലി. കൊച്ചിയിൽ നടന്നുവരുന്ന ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനം വമ്പിച്ച യുവജന റാലിയോടെ ഇന്ന് സമാപിക്കും. പുതിയ ഭാരവാഹികളെ ഇന്ന് തെരഞ്ഞെടുക്കും. നേതൃത്വത്തിലെ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതി സമ്മേളനം ഇന്ന് പരിഗണിക്കും. സംഘടനാ നേതൃത്വത്തിൽ വനിതാ പ്രാതിനിധ്യം 20% ഉറപ്പാക്കണമെന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ ഭേദഗതി നിർദ്ദേശം ഇന്ന് സമ്മേളനം പരിഗണിക്കും. സംഘടനയുടെ സെക്രട്ടേറിയറ്റുകളിൽ 2 പേരെങ്കിലും വനിതകളാകണമെന്ന നിബന്ധനയും ഭേദഗതിയിലുണ്ടാവും. സംഘടനയുടെ പുതിയ അഖിലേന്ത്യാ ഭാരവാഹികളെയും ഇന്നറിയാം. പുതിയ സാഹചര്യങ്ങളെ നേരിടാൻ മുദ്രാവാക്യങ്ങളും സമരരീതികളും പുനർനിർണയിക്കാനുള്ള തീരുമാനം സമ്മേളനം കൈക്കൊണ്ടു. വർഗീയതയ്ക്കെതിരെ ബഹുമുഖ സമരം ഉയർത്തിക്കൊണ്ടുവരുമെന്നും ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുന്നു. തൊഴിലില്ലായ്മ, വർഗീയത, അനാചാരങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. ദുരഭിമാന ഹത്യകൾക്കെതിരെ ശക്തമായ നിയമം വേണമെന്ന ആവശ്യവും ഡിവൈഎഫ്ഐ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾ പ്രണയിക്കുന്നതിന്റെ പേരിൽ, വിവാഹം കഴിക്കുന്നതിന്റെ പേരിൽ ബന്ധുക്കൾ തന്നെ കൊലപ്പെടുത്തുന്ന സ്ഥിതിയാണുള്ളത്. ചില സന്ദർഭങ്ങളിൽ ജാതി പഞ്ചായത്തുകൾ വധശിക്ഷ വിധിക്കുന്നു. അങ്ങനെ ഒരു കാട്ടുനീതി ഇന്ന് രാജ്യത്ത് നിലനിൽക്കുകയാണ്. ജാതി പഞ്ചായത്തുകൾ ഭരണഘടനാ ബാഹ്യമായ നിയമവിരുദ്ധമായിട്ടുള്ള സംവിധാനമാണ്. അതിനെ ഉടനടി നിരോധിക്കണം. ഉച്ചയോടെ പ്രതിനിധി സമ്മേളനം അവസാനിക്കും. ലക്ഷത്തോളം പേർ അണിനിരക്കുന്ന യുവജന റാലിയോടെ സമ്മേളനം സമാപിക്കും. വൈകിട്ട് 5-ന് മറൈൻ ഡ്രൈവിലെ ഫിഡൽ കാസ്ട്രോ നഗറിലാണ് സമാപന സമ്മേളനം. സീതാറാം യെച്ചൂരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, MA ബേബി തുടങ്ങി പ്രമുഖർ സമാപന സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഡിവൈഎഫ്ഐ സമ്മേളനത്തിന് ആവേശം പകർന്ന വിദേശ പ്രതിനിധികളും ചർച്ചകളിൽ പങ്കാളികളായി. ഓസ്ട്രേലിയ, ഗ്രീസ്, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ എത്തിയത്. കേന്ദ്ര സർക്കാർ വീസ നിഷേധിച്ചതിനാൽ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നേരിട്ട് എത്താനായില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ യുവജന സംഘടനയുടെ പ്രവർത്തനങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളും നേരിട്ടറിയാൻ ലഭിച്ച അവസരം പ്രയോജനപ്പെടുത്തി നിരവധി വിദേശ പ്രതിനിധികളാണ് സമ്മേളനത്തിനായി എത്തിയത്. ഓസ്ട്രേലിയ, ഗ്രീസ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പോർച്ചുഗൽ, ക്യൂബ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് യുവജന സംഘടനാ നേതാക്കൾ പങ്കാളികളായത്. സമ്മേളന നഗരിയിൽ 3-ാം ദിനമാണ് വിദേശ പ്രതിനിധികൾക്കായി സെമിനാറുകളും പ്രത്യേക സെഷനുകളും സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര വിഷയങ്ങൾക്കൊപ്പം രാജ്യത്തിനുള്ളിലെ സാമൂഹിക പ്രശ്നങ്ങളിലും നടത്തിയ ചർച്ചകൾ ശ്രദ്ധേയമായെന്ന് പ്രതിനിധികൾ പറയുന്നു. Yes, I'm here representing the Portuguese communist youth. Almost as important as the speeches is to speak with the people, to know, and I feel that there is a very open spirit and solidarity spirit here in this conference of the YFI. So it's been very interesting. പാകിസ്ഥാൻ അടക്കം നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ക്ഷണം നൽകിയെങ്കിലും കേന്ദ്രം വിസ നിഷേധിച്ചതിനാൽ പലർക്കും എത്തിച്ചേരാനായില്ല. വിവിധ രാജ്യങ്ങളിലെ യുവജന സംഘടനകൾ സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ച വീഡിയോ സന്ദേശങ്ങൾ കൈമാറി. ക്യാമറമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. അർബുദ രോഗികൾക്ക് സാന്ത്വനവുമായി ഡിവൈഎഫ്ഐയുടെ സാമ്പത്തിക സഹായം. കൊച്ചിയിൽ നടക്കുന്ന അഖിലേന്ത്യാ സമ്മേളനത്തിനെത്തിയ പ്രതിനിധികൾ 1 ലക്ഷത്തിലധികം രൂപയും സ്വർണ്ണാഭരണവുമാണ് ചികിത്സയ്ക്കായി നൽകിയത്. കഴിഞ്ഞ ദിവസം നടന്ന അവയവദാന സമ്മതപത്രം ഒപ്പുവെച്ചതിന് പിറകെ മറ്റൊരു മാതൃകാപരമായ കർമ്മത്തിനു കൂടി സാക്ഷിയായി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന വേദിയായ രോഹിത് വെമുല നഗർ. നിർധന കുടുംബത്തിലെ അർബുദ രോഗികൾക്ക് കൈത്താങ്ങായി സമ്മേളനത്തിനെത്തിയ പ്രതിനിധികളുടെ ധനശേഖരണം. വ്യക്തികൾക്ക് പുറമെ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും സഹായ വാഗ്ദാനങ്ങളുമായി മത്സരിച്ചപ്പോൾ ഞൊടിയിടയിൽ 1,06,242 രൂപയാണ് പിരിഞ്ഞുകിട്ടിയത്. സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി will contribute ₹10,000. That the Kerala State Committee of DYFI will contribute ₹10,000. Kannur District Committee of Kerala, Comrade Regina and Comrade Fasila, a member of Malappuram District Committee of Kerala,
both of them have announced that they will contribute their hair to cancer patients for making big. ഡിവൈഎഫ്ഐ കേരള സംസ്ഥാന സമിതി അംഗം ജിജി സ്വർണ്ണമോതിരമാണ് സംഭാവനയായി നൽകിയത്. സഹായം എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഡാലിയക്ക് കൈമാറി. പരിപാടിക്ക് എം പി രാജേഷ് എം പി, അബോയ് മുഖർജി, പി രാജീവ്, എം സ്വരാജ് MLA തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. RSS സംഘപരിവാർ ശക്തികളുടെ വർഗീയതയ്ക്കെതിരെ ദളിത് മുസ്ലിം സംഘടനകളും കമ്മ്യൂണിസ്റ്റുകളും ഒന്നിക്കണമെന്ന് രോഹിത് വെമുലയുടെ അമ്മ രാധിക വെമുല. സമത്വത്തിനുള്ള പോരാട്ടത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും അവർ കൊച്ചിയിൽ പറഞ്ഞു. ഡിവൈഎഫ്ഐ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അവർ. മകൻ രാജ വെമുലയും സെമിനാറിൽ പങ്കെടുത്തു. The reason I'm saying all this is because the fight in the last 1 year against the RSS has not been easy. Dalit, Muslims, women and communists have surely worked together, but they have also fought against each other on many occasions. കൊല്ലത്തിന്റെ കായൽ സൗന്ദര്യം ആസ്വദിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേരളത്തിന്റെ ടൂറിസത്തിന്റെ സാധ്യതകൾ വിലയിരുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ടൂറിസം വികസനം സംബന്ധിച്ച പാർലമെന്റ് ഉപസമിതിയുടെ തലവൻ കൂടിയായ സീതാറാം യെച്ചൂരിയുടെ കായൽ സഞ്ചാരം. DTPCയുടെ ചെറുബോട്ടിലായിരുന്നു യെച്ചൂരിയുടെയും സംഘത്തിന്റെയും കായൽ യാത്ര. ഒപ്പം മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയും CPIM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാലും. കായൽ സൗന്ദര്യം ആസ്വദിച്ച യെച്ചൂരി അഷ്ടമുടിക്കായലിന് ടൂറിസം രംഗത്ത് അനന്ത സാധ്യതകളുണ്ടെന്ന് വിലയിരുത്തി. ടൂറിസം വികസനം സംബന്ധിച്ച് പാർലമെന്റ് സമിതി നൽകിയ റിപ്പോർട്ട് ഇതുവരെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയില്ലെന്ന് യെച്ചൂരി പറഞ്ഞു. I submitted a very detailed report on the potential for development of tourism in Kerala. The UDF government was here then. Nothing much happened on it. But on the basis of that report, Kerala tourism was awarded a medal and a trophy by the UNESCO. But that report is still not being implemented. അഷ്ടമുടി കായലിന്റെ ജൈവ വൈവിധ്യവും ദേശാടന പക്ഷികളെക്കുറിച്ചും മേഴ്സിക്കുട്ടിയമ്മ KN ബാലഗോപാലും സീതാറാം യെച്ചൂരിയെ ബോധ്യപ്പെടുത്തി. 1980-ൽ MA ബേബിക്കൊപ്പം നടത്തിയ കൊല്ലത്തെ കായൽ യാത്രയുടെ ഓർമ്മകളും പങ്കുവച്ചാണ് യെച്ചൂരി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വെള്ളൂരിലെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് സ്വകാര്യവൽക്കരണം വേഗത്തിലാക്കി കേന്ദ്ര സർക്കാർ. കമ്പനിയുടെ ആസ്തി വിവരങ്ങൾ കണക്കാക്കാൻ യോഗ്യരായ കമ്പനികളെ തേടി വിജ്ഞാപനമിറക്കി. കോട്ടയം ജില്ലയിലെ ഏക പൊതുമേഖലാ സ്ഥാപനമായ HNL സ്വകാര്യവൽക്കരണത്തിനെതിരെ തൊഴിലാളികൾ സമരരംഗത്താണ്. മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് 600 ഏക്കറിൽ 100 കോടി രൂപ മുതൽ മുടക്കി കേന്ദ്ര സർക്കാർ 1982-ൽ ആരംഭിച്ച ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന് വളർച്ചയുടെയും വികസനത്തിന്റെയും പാതകൾ തരണം ചെയ്യാനുള്ള സാധ്യതകളും ശക്തിയുമുണ്ട്. നാളിതുവരെ ഉൽപാദന ലക്ഷ്യത്തിന് മുകളിൽ ഉൽപാദനം വർദ്ധിപ്പിച്ച് മിനിരത്ന കമ്പനിയിൽ ഇടം നേടിയ HNL 2012-13 വരെയുള്ള വർഷങ്ങളിൽ തുടർച്ചയായ ലാഭം നേടി. കമ്പനി ലാഭവിഹിതമായി 117 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന് നൽകിയത്. ന്യൂസ് പ്രിന്റ് ഇറക്കുമതി ചുങ്കം കേന്ദ്ര സർക്കാർ പൂർണ്ണമായി എടുത്തുകളഞ്ഞതും കാലോചിതമായി കമ്പനിയെ വൈവിധ്യവൽക്കരിക്കാൻ തയ്യാറാകാത്തതും HNL-ന് തിരിച്ചടിയായി. 2012 മുതൽ 15 വരെ നഷ്ടമുണ്ടായി. 2015-16-ൽ അതെല്ലാം അതിജീവിച്ച് 1,42 ലക്ഷം രൂപ ലാഭം നേടിയ HNL ശക്തമായ തിരിച്ചുവരവ് നടത്തി. ഈ സാഹചര്യത്തിലാണ് HNL സ്വകാര്യവൽക്കരണവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് CITU ദേശീയ സെക്രട്ടറി K. ചന്ദ്രൻപിള്ള പറഞ്ഞു. ഇറക്കുമതിയുടെ ഭീഷണിയിൽ നിന്ന് ചിന്താശൂന്യമായ തീരുവ ഒഴിവാക്കലിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറുകയും കാലോചിതമായ വികസനത്തിന് സാങ്കേതികവിദ്യ അടക്കം സ്വീകരിക്കുന്നതിന് അവരെ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആവശ്യം. കമ്പനിയുടെ ആസ്തി വിവരങ്ങൾ കണക്കാക്കാൻ യോഗ്യരായ കമ്പനികളെ തേടി കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. 2 മാസത്തിനകം ആസ്തികൾ കണക്കാക്കി കമ്പനി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനാണ് കേന്ദ്ര നീക്കം. കമ്പനി സ്വകാര്യവൽക്കരണത്തിനെതിരെ CITU, INTUC, BMS എന്നീ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതി പ്രക്ഷോഭത്തിലാണ്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്പോർട്സ് ലോട്ടറി നടത്തിപ്പിൽ അഴിമതി നടന്നിട്ടില്ലെന്ന് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് TP ദാസൻ. ലോട്ടറി വിറ്റുകിട്ടിയ പണം മുഴുവനും സർക്കാരിൽ അടച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പൂർണ്ണമായ കണക്കുകളും രേഖകളുമുണ്ട്. ആരോപണങ്ങളും കേസും പുകമറ സൃഷ്ടിക്കാനാണെന്നും വിജിലൻസ് കേസിനെ നിയമപരമായി നേരിടുമെന്നും TP ദാസൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ടിക്കറ്റ് വിറ്റ വകയിൽ കണക്കില്ലായ്മ എന്ന് പറയുന്ന ഒരു സംഗതിയും ആഫീസിലില്ല. എല്ലാ കണക്കും ഉണ്ട്, കണക്കില്ല. സ്പോർട്സ് ലോട്ടറി നഷ്ടമാണ്, സ്പോർട്സ് ലോട്ടറി കൊണ്ട് കൗൺസിലൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിലൊന്നും വസ്തുതക്ക് നിരക്കാത്തതാണ്, ഒരു അർത്ഥവുമില്ലാത്തതാണ്. ഇതെല്ലാം എന്തെല്ലോ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്.
നിളയുടെ ബാലസാഹിത്യകാരൻ MS കുമാറിന്റെ എഴുത്തിന്റെ 50ാം വാർഷികം പട്ടാമ്പിയിലെ ജന്മനാടായ ഞാങ്ങാട്ടിരിയിൽ ആഘോഷിച്ചു. അരനൂറ്റാണ്ടിനിടയിൽ 81 പുസ്തകങ്ങളാണ് MS കുമാർ രചിച്ചത്. ഭാരതപ്പുഴയുടെ തീരങ്ങളിലെ വിത്തുകൾ, ചരിത്ര സംഭവങ്ങൾ, പോരാട്ടങ്ങൾ, ചെറുത്തുനിൽപ്പുകൾ ഇവയെല്ലാം കുട്ടികൾക്ക് കഥാരൂപത്തിൽ പകർന്നു നൽകിയ നിളയുടെ ബാലസാഹിത്യകാരൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് MS കുമാർ. ബാലസാഹിത്യ മേഖലയിൽ ഒരുപക്ഷെ ഇത്രത്തോളം മൗലികമായ കാഴ്ചപ്പാടോടുകൂടി സൃഷ്ടി നടത്തിയിട്ടുള്ള ആൾക്കാർ വളരെ കുറവായി. എഴുത്തിന്റെ 50ാം വാർഷിക വേളയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വാർത്തെടുത്തത് വായനയെ സ്നേഹിക്കുന്ന തലമുറകളെയാണ്. കുട്ടികൾക്കായി 6 പുസ്തകങ്ങൾ കൂടി പുറത്തിറക്കിക്കൊണ്ടാണ് MS കുമാർ എഴുത്തിന്റെ 50ാം വാർഷികം ആഘോഷിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്മശ്രീ ലഭിച്ച മഹാകവി അക്കിത്തത്തെ സാംസ്കാരിക മന്ത്രി AK ബാലൻ ആദരിച്ചു. കുമാരനെല്ലൂരിലെ വീട്ടിലെത്തിയാണ് പൊന്നാടയണിയിച്ച് മന്ത്രി സംസ്ഥാന സർക്കാരിന്റെ ആദരം അറിയിച്ചത്. അക്കിത്തത്തിന് നേരത്തെ ലഭിക്കേണ്ടതായിരുന്നു പത്മ പുരസ്കാരമെന്ന് മന്ത്രി പറഞ്ഞു. വൈകിയാണെങ്കിലും ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും മന്ത്രി. മുൻ തൃത്തല MLA MV ചന്ദ്രനും മന്ത്രിക്കൊപ്പം അക്കിത്തത്തിന്റെ വീട്ടിലെത്തി. തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് ALP സ്കൂൾ ഇനി പൊതുജനങ്ങൾക്ക് സ്വന്തം. സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിനോട് തോന്നിയ അനുഭവത്തിൽ ഒരു സ്കൂളും അടച്ചുപൂട്ടരുതെന്ന് ആഗ്രഹിച്ച് സ്കൂൾ മാനേജറായ കൃഷ്ണമാരാറാണ് തന്റെ വിദ്യാലയം സർക്കാരിന് നൽകിയത്. സ്കൂളിന്റെ താക്കോൽ മന്ത്രി KT ജലീലിന് പൊതുവേദിയിൽ വച്ചാണ് കൃഷ്ണമാരാർ കൈമാറിയത്. സാമ്പത്തിക നഷ്ടം, വിദ്യാർത്ഥികളുടെ കുറവ് തുടങ്ങിയ കാരണങ്ങളാൽ ഒരു വിദ്യാലയവും അടച്ചുപൂട്ടരുതെന്ന് ആഗ്രഹിച്ച അധ്യാപകന്റെയും ഒപ്പം മാനേജറുടെയും മനസ്സിന് സാക്ഷ്യം വഹിച്ച സദസ്സായി മാറുകയായിരുന്നു തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് ഇൻഡോർ പാർക്കിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലെത്തിയ സദസ്സ്. 1 മുതൽ 4 വരെ 4 ക്ലാസുകളും 4 അധ്യാപകരും മാത്രമുള്ള കാഞ്ഞിരങ്ങാട് ALP സ്കൂളാണ് മാനേജറും സ്കൂളിലെ മുൻ അധ്യാപകനുമായിരുന്ന കൃഷ്ണമാരാർ സർക്കാരിന് സമർപ്പിച്ചത്. പരിസ്ഥിതിയിൽ മുൻപോട്ട് കൊണ്ടുപോയതിനെ കൊണ്ടാവില്ല, സാമ്പത്തിക ബാധ്യതയുണ്ട്. കുട്ടികൾ കുറവായതുകൊണ്ട് അത് അനാദായകരമാണെന്നെല്ലാം പറഞ്ഞിട്ട് പൂട്ടാനുള്ള ആലോചനയുണ്ട്. അത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. തൽക്കാലം സ്കൂളിൽ പോയവർ അങ്ങനെ നിൽക്കട്ടെ എന്ന് നടന്നു പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനായിട്ട് കളയാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് സ്കൂളിന്റെ താക്കോൽ മന്ത്രി KT ജലീലിന് കൃഷ്ണമാരാർ കൈമാറി. പഠിക്കാൻ ശ്രമിക്കുകയും നൂതനമായ ആശയങ്ങൾ നമ്മുടെ അധ്യാപന ജോലിയിലേക്ക് വിളക്കി ചേർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അവിടെയാണ് നല്ല അധ്യാപകന്മാരുടെ പിറവി ഉണ്ടാവുന്നത്. 1921 ആരംഭിച്ച സ്കൂൾ 40-ൽ കൃഷ്ണമാരാർ ഏറ്റെടുക്കുകയായിരുന്നു. തലമുറകൾക്ക് വിദ്യാഭ്യാസം നൽകിയ വിദ്യാലയത്തിൽ 2000-2010 കാലഘട്ടത്തിൽ 7 ഡിവിഷനും 229 കുട്ടികളുമായി നല്ല നിലയിൽ നീങ്ങിയിരുന്നു. വിദ്യാഭ്യാസം ലാഭം ലക്ഷ്യമാക്കി നീങ്ങിയപ്പോൾ മറ്റ് മാനേജ്മെന്റ് സ്കൂളിനൊപ്പം വാഹനങ്ങൾ, ഇംഗ്ലീഷ് മീഡിയം ഇവ തേടി നാട്ടുകാരും വിദ്യാർത്ഥികളും പോയി. എന്നാൽ ജെയിംസ് മാത്യു MLA അടക്കം സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ട് കൃഷ്ണമാരാറെ കണ്ടപ്പോൾ സർക്കാരിന് നൽകാമെന്ന് അറിയിക്കുകയായിരുന്നു 97 കഴിഞ്ഞ ഈ മാതൃകാ അധ്യാപകൻ. 96 വർഷങ്ങളിലേറെയായി തലമുറകൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്ന കാഞ്ഞിരങ്ങാട് ALP സ്കൂളിന് ഇനി സർക്കാർ പുതുജീവൻ നൽകും. കാഞ്ഞിരങ്ങാട് നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.